അതിൻ്റെ കീഴിലുള്ള CVJ ഫൗണ്ടേഷനും അവസരം ഒരുക്കിയതിൽ ഒന്നും കൂടെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുതിയ വീട്ടിൽ താമസിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെയും സിന്തായിൻ്റെയും ഡോക്ടർ വിജു ജേക്കബിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ചടങ്ങിന്റെ മറ്റൊരു മുഖ്യാതിഥി രമേശ് പിഷാരടി അവരുടെ ചേച്ചി സുഹൃത്തും സഹപ്രവർത്തകനുമായിട്ടുള്ള ഫഹദ്, മറ്റ് വിശ്വവിദ്യകൾ, സിന്തായിറ്റിന്റെ പ്രതിനിധികൾ ഏവർക്കും ആശംസകൾ നേരുന്നു. ഈ വീട് ഇന്ന് ലഭിച്ച അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല, അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇവിടെ ഇപ്പം ഒരു വീടും അതിൻ്റെ പ്രസക്തിയുമെല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിമിതികളും പരാധീനതകളും ഒക്കെ ഉണ്ട്. പലപ്പോഴും പല ആവശ്യങ്ങളും നടക്കപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം, അവരുടെ ഒരു ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഒക്കെ കൊണ്ട് ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത്. നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വ്യവസായികളുടെ പേര്, സിനിമാ നടന്മാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് നടന്നേനെയാണ്. കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ്, പരസ്പര സഹായത്തെയാണ്. അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഒരു വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വലിയ കാര്യങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. സമയം എല്ലാവരുടെയും വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നത്. നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥിയായ ഭാസന്റെ പ്രിയതമ ഇന്ന് 40 എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങ് ഇത്ര ഗംഭീരമാക്കിയ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഈ ഫഹദിനെ, രമേശ് പിഷാരടിനെ ഒക്കെ എന്റെ വലിയ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് വലിയ പരിപാടിയാണെന്ന് അവർ അംഗീകരിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. എങ്കിലും നമ്മളുടെ നാടിന്റെ വാഗ്ദാനങ്ങളായ കുട്ടികൾ ഉന്നത വിജയം കൈവരിച്ചവർക്ക് വേണ്ടിയിട്ടൊരു മെഡൽ കൊടുക്കുന്ന ഒരു അവാർഡ് ചടങ്ങുണ്ട്. ഇതിലും ഇവരെ ഇപ്പൊ തന്നെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സംരംഭങ്ങളിലും എല്ലാവരുടെയും എല്ലാ മനസ്സുകളുടെയും സഹായവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് നന്ദി പറയുന്നവരെ ശ്രീ TT ബാബു, ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ, ഇന്നിവിടെ നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് സതീശൻ അവറുകൾ ഉൾപ്പെടെ സിനിമ വേദിയിലുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും